സോ നോർക്ക NHS വെയിൽസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ ഒരുപാട് ക്വയറീസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കോമൺ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട്സിൻ്റെ ആൻസേഴ്സ് ആണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നവംബർ 12, 13, 14 കൊച്ചി വിവാൻഡയിൽ വെച്ചിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ നോർക്ക NHS വെയിൽസുമായിട്ട് നടത്താൻ പോകുന്നത്. ഇത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. സൗദിയിലും അല്ലെങ്കിൽ UK-യിലും ഒക്കെ ഉള്ള ആൾക്കാർക്കോ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ ഒക്കെ ഉള്ളൊരു ഡൗട്ടാണ് ഇത് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. നോർമലി ഇത് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അവരെപ്പോഴും ഇത് ഫേസ് ടു ഫേസ് ആയിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് തന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റെസ്പോൺസ് കിട്ടുക? ഇമെയിൽ കിട്ടോ, കോൾ ചെയ്യോ, അല്ലെങ്കിൽ എപ്പോഴാണ് ഷോർട്ട് ലിസ്റ്റഡ് ആവുക? ഓക്കെ, നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സൈഡിൽ കാണുന്ന പോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെക്കോർഡഡ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പോപ്പപ്പ് വിൻഡോ പോലെ ജസ്റ്റ് വന്ന് കാണിക്കുന്ന ഒരു സംഭവം മാത്രമേ വരത്തുള്ളൂ. കാര്യം ഇതൊരു ഗൂഗിൾ ഫോം ആണ്. അതിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്മിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ റെക്കോർഡഡ് ആണ്, അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം മാത്രമായിരിക്കും വരിക. അല്ലാതെ വേറെ ഇമെയിൽസോ കോൾസോ ഒന്നും തന്നെ നിങ്ങൾക്ക് വരില്ല ആപ്ലിക്കേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും. ഓക്കെ, ഇനി നിങ്ങൾ ഏതെങ്കിലും മാൻഡേറ്ററി ഫീൽഡ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ തന്നെ അതിനകത്ത് കാണിക്കുകയും ചെയ്യും എന്തായാലും. ഓക്കെ, ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ സക്സസ്ഫുള്ളി ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു ഇമെയിലോ അല്ലെങ്കിൽ കോളോ നോർക്കയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺഫർമേഷൻ കിട്ടിയിരിക്കും എന്തായാലും. എപ്പോഴായിരിക്കും ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയത്, ഏത് സ്ലോട്ടിലേക്കായിരിക്കും നിങ്ങൾ വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റിംഗ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ഡേറ്റിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് October 25 ആണ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വിത്തിൻ ഒരു ഫ്യൂ ഡേയ്സിനുള്ളിലോ അല്ലെങ്കിൽ എന്തായാലും ഈവൻ ഇൻ്റർവ്യൂസ് നടക്കുന്ന ഡേയ്സിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിൽസോ അല്ലെങ്കിൽ കോൾസോ വരാറുണ്ട്. ഇത് തന്നെയാണ് കഴിഞ്ഞ ഇൻ്റർവ്യൂസിൻ്റെ സമയത്ത് സംഭവിച്ചത് എന്തായാലും. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കറക്ഷൻസോ മിസ്റ്റേക്സോ വന്നിട്ടുണ്ടെങ്കിൽ CV കൊടുത്തതിലോ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തതിലോ എക്സ്പീരിയൻസ് കൊടുത്തതിലോ അല്ലെങ്കിൽ CBTയുടെ കാര്യമോ അല്ലെങ്കിൽ സ്റ്റേജ് കൊടുത്തതിലോ ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ റീചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇമെയിൽ ID യിൽ കൂടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചെറിയ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് ആണെങ്കിൽ ഇപ്പോൾ സ്റ്റേജ് 1 വരെ സ്റ്റേജ് 2 കൊടുത്തു, അല്ലെങ്കിൽ സ്റ്റേജ് 2 വരെ സ്റ്റേജ് 1 കൊടുത്തു, അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല കേട്ടോ. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. വേറെ പ്രോബ്ലം ഒന്നും വരത്തില്ല. ഇനി മേജറായിട്ടുള്ള ചേഞ്ചസ് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കാൻ വിട്ടുപോയി, നിങ്ങൾ ഉദ്ദേശമല്ല കൊടുത്തത്. കാര്യം ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ക്യാൻസർ കെയറിലേക്കോ അല്ലെങ്കിൽ തിയേറ്റേഴ്സിലേക്കോ ഒക്കെ തന്നെ ജനറൽ വാർഡ്സിലേക്കോ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്. പക്ഷേ നിങ്ങൾ അതറിലാണ് ക്ലിക്ക് ചെയ്ത് ഒന്നും എഴുതാനും പറ്റിയില്ല, നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൂടെ റീസബ്മിറ്റ് ചെയ്യാം. മെയിനായിട്ട് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID വെച്ച് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. ഒരു ഓൾട്ടർനേറ്റീവ് ഇമെയിൽ ID നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ആ കൊടുക്കുന്ന ഇമെയിൽ ID നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിനകത്തായിരിക്കും ഫർദർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റഡ് ആയാലും വരിക. ഓക്കെ, അപ്പോൾ അത് ഉറപ്പ് വരുത്തിക്കോണം എന്തായാലും. അതല്ല ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ വീണ്ടും റീസബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൻ്റെ ഒരു പ്രോപ്പർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൻ്റെ പ്രോപ്പർ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിൽ ഓരോ പോയിന്റ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് പാസ്പോർട്ടിൻ്റെ കാര്യമാണ്. പാസ്പോർട്ട് നിങ്ങളുടെ പഴയ പാസ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ പുതുക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി എന്തായാലും. ഓക്കെ, ഫ്രഷേഴ്സ് ഒരുപാട് പേര് തന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 months എബവ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 3 മാസം അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻസ് കൊടുക്കാം. ഓക്കെ, ഇനി അതല്ല നിങ്ങളൊരു ഫ്രഷറാണ്, നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ, അതിന് യാതൊരു കുഴപ്പമില്ല. എക്സ്പീരിയൻസിൻ്റെ ഏരിയയിൽ നിങ്ങൾ അതറിൻ്റെ അവിടെ നിങ്ങളൊരു ഫ്രഷറാണെന്നോ അല്ലെങ്കിൽ റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ആണെന്നുള്ളതും കൊടുക്കുക. ഭാഗ്യവശാൽ എങ്ങാനും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ എന്തായാലും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് 3 months അതിലെബോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്തായാലും. ഇനി സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ലൈക്ക് നിങ്ങൾക്ക് ഡിഫറൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്സ് കാര്യം വന്നിട്ടുണ്ട്, അതിന് മുന്നേ നിങ്ങളൊരു 10 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്ക് ഒരു 2 വർഷം ഗ്യാപ്പ് വന്നു, പിന്നെയും വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഒരു കുഴപ്പമേ അല്ല. ഓക്കെ, നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഏതാണ് അത് നിങ്ങൾ കൊടുക്കുക. സ്റ്റിൽ വർക്കിംഗ് ആണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. റഫറിയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. നിങ്ങളുടെ CVക്കകത്ത് നിങ്ങൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ എല്ലാ പ്രോപ്പർ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററിയും ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഗ്യാപ്പ് അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇത്രയും മാത്രം നിങ്ങൾ ആ ക്രൈറ്റീരിയാസിനെ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി എന്തായാലും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ വാക്കൻസീസിൻ്റെ നമ്പേഴ്സ് എത്രയാണെന്ന് ഇപ്പോഴും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. കഴിഞ്ഞ തവണ അറൗണ്ട് ഒരു 150-200 അടുപ്പിച്ച് നഴ്സസിനെ അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അറൗണ്ട് ഒരു 100 അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ അത് നമുക്ക് ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാമല്ലോ. ഇപ്പം കഴിഞ്ഞ തവണത്തെ ഒരു 2-3 മാസം മുന്നേ നടന്ന ഇൻ്റർവ്യൂ പോലെയല്ല, കോമ്പറ്റീഷനും ആൾക്കാരുടെ എണ്ണവും കാൻഡിഡേറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ
നിങ്ങൾക്ക് ഊഹിക്കാം എന്തായാലും എത്രയോ പേരാണ് ഇപ്പോൾ വെയിറ്റിംഗ് ഉള്ളത് എന്തായാലും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വന്നു പോകുന്നത് തന്നെ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളെല്ലാവരും തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നിങ്ങളുടെ ഏത് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് കാഴ്ചവെക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ. ഓക്കെ, അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഒരുപാട് വീഡിയോസ് NHS വെയിൽസിൻ്റെ തന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇൻ്റർവ്യൂസിന് വേണ്ടി മാത്രമായിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്കൊരു പ്രോപ്പർ അസിസ്റ്റൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്, നേരത്തെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് എടുക്കുക. കാരണം ഇതുപോലത്തെ ഇൻ്റർവ്യൂ ചാൻസസ് പിന്നീട് വരാറില്ല, വളരെ കുറവാണ് നിങ്ങൾക്ക് അറിയുന്ന പോലെ. ഓക്കെ, സോ ഈ ഒരു നോർക്ക വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് MNC ഫുള്ളി എക്വിപ്ഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ബാച്ചസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ സൈഡിൽ നിങ്ങൾ കാണുന്ന പോലെ ഈ ബാച്ചസ് എല്ലാം ഇപ്പോൾ പ്രോപ്പറായിട്ട് ലൈവായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാച്ച് 11 വരെ ഇപ്പോൾ ഓപ്പൺ ആണ്. അതായത് അൺടിൽ November 11th വരെ നമ്മൾ ബാച്ചസ് ഇപ്പോൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സസിന് വേണ്ടിയിട്ട്. 3 ഡേയ്സിൻ്റെ ലൈവ് സെഷൻസും റെക്കോർഡ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. നമ്മുടെ അതിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും CV-ക്കും അല്ലെങ്കിൽ ജോബ് ആപ്ലിക്കേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് തരുന്ന വാട്സപ്പിൻ്റെ പ്രീമിയം ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു പാക്കേജിൽ കൂടെ. എന്തായാലും പഠിക്കുക. ഒരുപാട് വീഡിയോസ്, എൻ്റെ സാമ്പിൾ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ NHSൻ്റെ ഇൻ്റർവ്യൂസിൽ നമ്മൾ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, നമ്മുടെ കുറേ പ്രോട്ടോകോൾസും ഗൈഡ് ലൈൻസും പോളിസീസും അതെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് അല്ലേ, NMCയുടെ കോഡ് ആൻഡ് കണ്ടക്റ്റ് കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോഴായിരിക്കും നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ സക്സസ് ആവും, കോമ്പീറ്റൻ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക, കോൺഫിഡൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 3 days പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്സിൽ ഉണ്ടായിരിക്കും. ഇനി നിങ്ങളില്ല, നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇപ്പോൾ സൈഡിൽ കാണുന്ന പോലെ ആപ്ലിക്കേഷൻ ഫോം ദയവ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. കാര്യം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മുടെ അഡ്മിൻ ടീം ടയർലെസ്ലി അവർ വർക്ക് ചെയ്യാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കോൺടാക്ട് ചെയ്യാനും വേണ്ടി. ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾ കയറുക. mallunursingcouple.com കയറി കഴിഞ്ഞാൽ കോൺടാക്റ്റസ് പേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യം നിങ്ങളുടെ പ്രോപ്പർ ഡീറ്റെയിൽസ് കൊടുക്കുക. ദയവ് ചെയ്ത് നിങ്ങളുടെ ഫുൾ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രി ഓഫ് റെസിഡൻസ് എവിടെയാണ്, കൺട്രി കോഡ് കൊടുക്കുക, മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും ക്ലിയർ ആയിട്ട് നിങ്ങൾ കൊടുക്കുക, തെറ്റ് വരുത്തരുത്. കാര്യം അത് ത്രൂ ആണ് നിങ്ങളെ ഞങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇമെയിൽ ID പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റിനകത്ത് NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് റെക്കോർഡ് സെഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ അതിനുശേഷം റിക്വയർമെൻറ്റിനകത്ത് നിങ്ങൾ NHS വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ NHS വെയിൽസ് ഇൻ്റർവ്യൂ 12/13 November 12, 13, 14 ഒന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾ, എന്നിട്ട് സെൻഡ് കൊടുക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം ഏറ്റവും ടോപ്പിൽ സൈൻ അപ്പ് ചെയ്തൊരു അക്കൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൺസ് എൻറോൾഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ത്രൂ ആണ് നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളെല്ലാം റെക്കോർഡ് വീഡിയോസ് അൺലിമിറ്റഡ് ആയിട്ട് കാണാൻ പറ്റുക. അത് കഴിഞ്ഞ വെയിൽസിൻ്റെ സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസും ഇപ്പോൾ എടുക്കുന്ന സെഷൻസിൻ്റെ വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഏകദേശം ഒരു 5 to 6 മണിക്കൂറുണ്ട്. ആ വീഡിയോസിൽ ഏകദേശം 25 ക്വസ്റ്റ്യൻസോളം നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് വിത്ത് ആൻസേഴ്സ്. അതെങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാം, ഒക്കെ അതിൽ ഇൻക്ലൂഡ് ആണ് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും. സോ ഇന്ന് ലാസ്റ്റ് ആയതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക എന്തായാലും. ആൻഡ് ഇൻ്റർവ്യൂസിന് നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗെറ്റ്സ് മീ കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.